നമുക്ക് കോസ്റ്റ് ഷീറ്റിൻ്റെ ക്വസ്റ്റ്യൻ നോക്കാം. കോസ്റ്റ് ഷീറ്റിലെ ഒരു ക്വസ്റ്റ്യനാണ്. നോക്കൂ, സെയിൽ വന്നിട്ടുണ്ട് 90,000. പിന്നെ 1 മിനിറ്റ്, അതുപോലെ പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ വന്നിട്ടുണ്ട് 34 lakh. ഡയറക്റ്റ് ലേബർ വന്നിട്ടുണ്ട്. ഇൻവെൻട്രി അറ്റ് ദ ബിഗിനിങ് ഓഫ് ദി ഇയർ വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്കും ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്ക് 3,60,000. റോ മെറ്റീരിയൽ ഇൻവെൻട്രി അറ്റ് ദ ബിഗിനിങ്, അത് റോ മെറ്റീരിയലിൻ്റെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും തന്നിട്ടുള്ളത് 80,000 1,30,000. പിന്നെ ഇൻവെൻട്രി അറ്റ് ദ എൻഡ് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ ക്ലോസിങ്ങും ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ ക്ലോസിങ്ങും തന്നിട്ടുണ്ട്. ഫാക്ടറി ഓവറുടെ 60% ഓഫ് ഡയറക്റ്റ് ലേബർ കോസ്റ്റാണ്. ഇതിൽ ഒരേ ഒരു ടിസ്റ്റേ ഉള്ളൂ, ബാക്കിയൊക്കെ ആസ് യൂഷ്വൽ നോർമൽ ക്വസ്റ്റ്യനാണ്. എന്താണ് ആ ടിസ്റ്റ് എന്ന് വെച്ചാൽ, അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് വേർ 6% എന്ന് പറഞ്ഞുള്ളത്. അഡ്മിനിസ്ട്രേഷൻ ഏതിൻ്റെ? സെയിൽസിൻ്റെ. സെയിൽസ് നമുക്കറിയാം എത്രയാണ്, 90 lakhൻ്റെ 6%. ദെൻ നോട്ട് റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ ആക്ടിവിറ്റി. അപ്പോൾ ഇതൊരു സംഭവമാണ്. അഥവാ നമ്മൾ ഈ വർക്ക് കോസ്റ്റ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കാണുമ്പോഴാണ് സാധാരണ നമ്മൾ ഫാക്ടറി ഓവർഹെഡിൻ്റെ കൂടെ ഫാക്ടറി ഓവർഹെഡ് പ്രൈം കോസ്റ്റ് ആഡ് ഫാക്ടറി ഓവർഹെഡ്, അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടാം, വർക്ക് കോസ്റ്റ് കിട്ടുക. വർക്ക് കോസ്റ്റിൻ്റെ കൂടെയാണ് നമ്മൾ എന്ത് ആഡ് ചെയ്യുക, അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ആഡ് ചെയ്തിട്ടാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടുക. പക്ഷെ ഇവിടെ അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ ഭാഗമാവില്ല. അപ്പോൾ എൻ്റെ ഒരു നോട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ശ്രദ്ധിക്കുക. അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് 3 ആയിട്ടാണ് തരംതിരിക്കുക. ഇഫ് ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് പ്രൊഡക്ഷനുമായിട്ട് റിലേറ്റഡ് ആണെങ്കിൽ മാത്രമേ അത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ ഭാഗമാവുള്ളൂ. അങ്ങനെ പറഞ്ഞാൽ അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് സാധാരണ കോസ്റ്റ് ഷീറ്റിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്താണ് ചെയ്യുക, അതാണ് ഉദ്ദേശിച്ചത്. ഇനി അടുത്ത് ഇഫ് റിലേറ്റഡ് വിത്ത് സെയിൽസ് ആണെങ്കിൽ അത് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആവും. ജനറൽ അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിൽ അത് കോസ്റ്റ് ഷീറ്റിൽ എടുക്കുകയും ചെയ്യില്ല. ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് പീരിയഡ് കോസ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. എവിടെ കാണിക്കും, കോസ്റ്റും P&L കാണിക്കും. ഇതാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ഇവിടെ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ പ്രൊഡക്ഷൻ കോസ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല. അപ്പോൾ നമ്മളിവിടെ ട്രീറ്റ് ചെയ്യാൻ പോകുന്നത് ഏതാണ്, സെല്ലിംഗ് ഓവർഹെഡിൻ്റെ ഒരു പോർഷനായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അത്ര ഇതിൽ ഡിസ്കഷനുള്ളൂ, ബാക്കിയൊക്കെ നത്തിങ് ഗ്രേറ്റ് സിമ്പിൾ. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് 12% ഓഫ് സെയിൽസ് ആണ് പറയുന്നത്. അപ്പോൾ നോക്കാം, സെയിൽസ് എത്രയുണ്ട്, 9 lakh. ആദ്യം പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ. അപ്പോൾ ഡയറക്റ്റ് മെറ്റീരിയൽ എങ്ങനെ പറയാം, ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് മൈനസ് ഏതാണ്, ക്ലോസിംഗ് സ്റ്റോക്ക്. അതാ കാണിച്ചിട്ടുണ്ട്, മെറ്റീരിയൽ കൺസ്യൂംഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുക. എത്രയാണ്, ഓപ്പണിംഗ് സ്റ്റോക്ക് 80,000 പ്ലസ് പർച്ചേസ് 34 lakh മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് 1,30,000, അങ്ങനെ 33,40,000. ഡയറക്റ്റ് ലേബർ 16 lakh വരും. പ്രൈം കോസ്റ്റ് കിട്ടും 49,50,000. ഫാക്ടറി ഓവർഹെഡ് ആ ഡയറക്റ്റ് ലേബറിൻ്റെ 60% ആണ്. അപ്പോൾ 9,60,000 ഓഫ് ഏതാണ്, അങ്ങനെ 60% ഓഫ് 16 lakh ആണ് വരിക. ദെൻ ഗ്രോസ് ഫാക്ടറി കോസ്റ്റ് കിട്ടും. ഓയുടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ്. അപ്പോൾ എന്ത് കിട്ടും, ഫാക്ടറി കോസ്റ്റ് കിട്ടും. ഇനി നോർമലി ഫാക്ടറി കോസ്റ്റിൻ്റെ കൂടെയാണ് അഡ്മിനിസ്ട്രേഷൻ ആഡ് ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ അത് പറ്റില്ല, ബിക്കോസ് ഓഫ് ദിസ് പെർട്ടിക്കുലർ നോട്ട്. എന്താ, അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് സെയിൽസിൻ്റെ 6%, ബട്ട് നോട്ട് റിലേറ്റഡ് വിത്ത് പ്രൊഡക്ഷൻ ആക്ടിവിറ്റി. അപ്പോൾ ഇവിടെ കാണിക്കാൻ കഴിയില്ല. അപ്പോൾ ഈ ഫാക്ടറി കോസ്റ്റ് 58,50,000 തന്നെയാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആയിട്ട് വരിക. പിന്നെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആഡ് ലെസ്സും ചെയ്ത കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. എന്നിട്ടാണ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. ഓക്കെ അല്ലേ. 6% ഓഫ് സെയിൽസ് ആണ് വരിക. സെയിൽസിൻ്റെ എമൗണ്ട് 90 lakh ആണ്, അതിൻ്റെ 60%. സെല്ലിംഗ് ഡിസ്ട്രിബ്യൂഷനും 12% ഓഫ് സെയിൽസ് ആണ്, 90 lakhൻ്റെ 12% കാണും. അപ്പോൾ കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടും. പിന്നെ സെയിൽസും കോസ്റ്റ് ഓഫ് സെയിൽസും നമ്മൾ ഡിഫറൻസ് എടുത്താൽ എന്ത് കിട്ടും, നെറ്റ് പ്രോഫിറ്റ് കിട്ടും. നത്തിങ് ഗ്രേറ്റ്, വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ലേബർ. ഇത് പ്രീവിയസ് ഇയറിൽ പലപ്പോഴും ചോദിച്ചിട്ടുള്ള മറ്റൊരു ടൈപ്പ് ക്വസ്റ്റ്യനാണ്. ഭയങ്കര രസമുള്ള ക്വസ്റ്റ്യനാണ്. ഇവിടെ ഒരു സ്മോൾ ഇൻഡസ്ട്രിയിൽ 2 വർക്ക്മാൻമാരുണ്ട്. ഒരാളുടെ പേര് വികാസ്, മറ്റൊരാളുടെ പേര് ശിവ്. ബോത്ത് വർക്കേഴ്സ് ടു പ്രൊഡ്യൂസ് ദ സെയിം പ്രൊഡക്റ്റ്. രണ്ടാളും ഒരേ പ്രൊഡക്റ്റാണ് എന്ത് ചെയ്യുന്നത്, പ്രൊഡ്യൂസ് ചെയ്യണമെന്നാണ് പ്രത്യേകത. സെയിം റോ മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത്. സെയിം നോർമൽ വേജ് റേറ്റാണ്, അഥവാ പെർ ഹവർ റേറ്റ് രണ്ടാൾക്കും ഒന്നാണ്. എന്നാൽ വേറൊരു വ്യത്യാസം ഇവർ തമ്മിലുള്ള എന്താ വെച്ചാൽ, വികാസിന് ബോണസ് കൊടുക്കുന്നത് റോവൻ സിസ്റ്റത്തിലും ശിവിന് ബോണസ് കൊടുക്കുന്ന ഏതാണ്, ഹാൽസിയിലുമാണ്. ഓക്കെ അല്ലേ. അപ്പോൾ അതാണ് ഇവിടുത്തെ ട്വിസ്റ്റ് അല്ലെങ്കിൽ ഡിഫറൻസ്. ദ ടൈം അലൗഡ് ടു മേക്ക് ദ പ്രൊഡക്റ്റ് ഈസ്, ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ അവർക്ക് അനുവദിച്ച സമയം എത്രയാണെന്ന് അറിയോ, 50 hours. വികാസ് 30 മണിക്കൂർ എടുത്തു. അപ്പോൾ വികാസ് എത്ര സേവ് ചെയ്തിട്ടുണ്ടാവും, 20 hours.
ഷിവ് 40 hours എടുത്തു. അപ്പോൾ ഷിവ് എത്ര സേവ് ചെയ്തിട്ടുണ്ടാവും? 20 hours. ഓക്കെ, ടൈം സേവ്ഡ് ആവശ്യമാണ് നമുക്ക് റോവലിലും ആൽസിയിലൊക്കെ കാണാം. പിന്നെ ഫാക്ടറി ഓവർഹെഡ് 10 പെർ മാൻ ഹവർ ആക്ച്വലി വർക്ക് ഇടാം. അപ്പോൾ വികാസ് എത്ര ഹവേഴ്സ് വർക്ക് ചെയ്തിട്ടുണ്ട്? 30 × 10 ഇവിടെ എത്ര വരും? 300 ഇവരുടെ ഫാക്ടറി ഓവർഹെഡ് വരിക. അതേപോലെ ഇവിടുത്തെ ഫാക്ടറി കോസ്റ്റ് പിന്നെ ആക്ച്വലി വർക്ക് ഇടുക. അതുപോലെ ഷിവിൻ്റെ 40 hours × 10, അപ്പോൾ എത്ര വരും? 400 വരും. ഇനി വികാസിൻ്റെയും ശിവയുടെയും ഫാക്ടറി കോസ്റ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കറിയാം ഫാക്ടറി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കോസ്റ്റ് ഷീറ്റിൽ എങ്ങനെ കിട്ടുന്നതാണ്? ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും പിന്നെ ഏതാണ്? ഫാക്ടറി ഓവർഹെഡ്. ഈ മൂന്നും കൂടെ ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് ഫാക്ടറി കോസ്റ്റ്. അതറിയാം. ഇനി ഈ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് മെറ്റീരിയൽ അറിയില്ല, ഡയറക്റ്റ് ലേബർ അറിയില്ല. പക്ഷെ എന്തറിയാം? ഫാക്ടറി ഓവർഹെഡ് അറിയാം. നമ്മൾ കണ്ടെത്തി 30 × 10, 40 × 10, 300, 400 അങ്ങനെ കിട്ടി. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഇതൊക്കെ ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും ഫാക്ടറി ഓവർഹെഡും ആഡ് ചെയ്താൽ കിട്ടുന്ന ഫാക്ടറി കോസ്റ്റ് അല്ലെങ്കിൽ വർക്ക് കോസ്റ്റ് തന്നിട്ടുണ്ട്. നമ്മുടെ അടുത്ത് മെറ്റീരിയൽ കോസ്റ്റ് കാണാനാണ് ആദ്യം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മെറ്റീരിയൽ കോസ്റ്റ് കാണാം. കമ്പ്യൂട്ടേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ. ഫാക്ടറി കോസ്റ്റ് ഈസ് ഈക്വൽ ടു ഏതാണ്? മെറ്റീരിയൽ പ്ലസ് ലേബർ പ്ലസ് ഓവർഹെഡ്. ഞാൻ പറഞ്ഞതാണ്. ഇവിടെ മെറ്റീരിയലിന് നമുക്ക് കാണേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എക്സ് കൊടുക്കാം. മെറ്റീരിയൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയലാണ് നമ്മൾ എന്തായിട്ട് കൊടുക്കുന്നത്? എക്സ്. അടുത്ത് വൈ എന്ന് പറഞ്ഞാൽ ഏതാ? റേറ്റ് ഓഫ് വേജ് പെർ ഹവറാണ്. നോട്ട് ദ പോയിന്റ്. വൈ എന്ന് പറയുമ്പോൾ വേജസ് അല്ല, ലേബർ അല്ല എന്ത് പറയുന്നു? വൈ എന്ന് പറയുന്നത് കേട്ടോ. പക്ഷേ മെറ്റീരിയലാണ് എക്സ്. ഇവിടെ വൈ ഏതാണ്? റേറ്റ് ഓഫ് വേജ് പെർ ഹവറാണ്. അതാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പോൾ പ്രത്യേകം നോട്ട് ചെയ്യുമല്ലോ. വികാസിൻ്റെ വെച്ചിട്ട് നമുക്കൊരു ഇക്വേഷൻ സെറ്റ് ചെയ്യാം. വികാസിൻ്റെ ഒരു ഇക്വേഷൻ, അതേപോലെ ഏതാണ്? ശിവക്ക് ഒരു ഇക്വേഷൻ. ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് മെറ്റീരിയലിൻ്റെ എക്സിൻ്റെയോ വൈയുടെയോ വാല്യൂ കണ്ടെത്തണം. ഓക്കെ അല്ലേ? അപ്പോൾ നോക്കാം. അപ്പോൾ ഇതാണ് ഇക്വേഷൻ. ഈ ഫാക്ടറി കോസ്റ്റ് ഈസ് ഈക്വൽ ടു മെറ്റീരിയൽ പ്ലസ് ലേബർ പ്ലസ് ഓവർഹെഡാണ് നമ്മൾ ചെയ്യുന്നത്. ഫാക്ടറി കോസ്റ്റ് തന്നിട്ടുണ്ട് ക്വസ്റ്റിൽ 14,560. പിന്നെ മെറ്റീരിയൽ ഏതാണ്? എക്സ്. മെറ്റീരിയൽ ഇപ്പോൾ എത്രയെന്ന് വെച്ചാൽ എക്സ് ആണ്. പിന്നെ ലേബർ കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇയാൾ വികാസ് ഏതാണ്? റോവൻ സിസ്റ്റമാണ്. റോവൻ സിസ്റ്റത്തിൽ ലേബർ കാണാൻ വേണ്ടി നമ്മൾ ഇക്വേഷൻ എന്താണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. എന്താണ്? ആക്ച്വൽ ടൈം ഇൻറ്റു ടൈം റേറ്റ് പ്ലസ് ടൈം സേവ് ഡിവൈഡ് ബൈ ടൈം അലൗഡ് ഇൻറ്റു ആക്ച്വൽ ടൈം ഇൻറ്റു ടൈം റേറ്റ്. ഇതാണ് എന്ത്? ലേബർ കാണാനുള്ളത് സാധനം. ഓക്കെ അല്ലേ? ഇതിൽ ടൈം റേറ്റിനെയാണ് നമ്മൾ എന്തായിട്ട് എടുത്തത്? വൈ ഏറ്റെടുത്തുള്ളത്. ടൈം റേറ്റ് അതാണ് നമുക്ക് അറിയാത്തത്. അപ്പോൾ ഇത് ഈ ഇക്വേഷൻ ഇതിൽ അപ്ലൈ ആണ്. അതാണ് ഈ ലേബർ. ഓക്കെ അല്ലേ? അപ്പോൾ മെറ്റീരിയലായി പ്ലസ് ലേബറാണ് പറയാൻ പോകുന്നത്. ആക്ച്വൽ ടൈം എത്ര? 30 മണിക്കൂർ എടുത്തിട്ടുണ്ട്. വൈ ടൈം റേറ്റ് അറിയില്ല. ടൈം സേവ്ഡ് 20 ഡിവൈഡ് ബൈ ടൈം അലൗഡ് 50 ഇൻറ്റു ആക്ച്വൽ ടൈം ഇൻറ്റു ടൈം റേറ്റ്. സിമ്പിളാണ്. പിന്നെ ഏതറിയാം ഈസി ആയിട്ട്? വാരിയബിൾ ഓവർഹെഡ് അറിയാം. 30 × 10, 300 ഒക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അങ്ങനെ ചെയ്തു വരുമ്പോൾ ഇത് മാത്തമാറ്റിക്കലി ചെയ്തു വരുമ്പോൾ 42y വരും. എങ്ങനെ 42y വരാം? നോക്കൂ, 20 ഡിവൈഡ് ബൈ 50 ഇൻറ്റു 30. ഓക്കെ അല്ലേ? യെസ്. ടേക്ക് ഒരു കാൽക്കുലേറ്റർ. കാൽക്കുലേറ്റർ ഇല്ല, നിങ്ങൾ ചെയ്ത് നോക്കാം. ഓക്കെ, 20 ഡിവൈഡഡ് ബൈ 50. ഓക്കെ, ഇൻറ്റു ഏതാണ്? 30. അപ്പോൾ എത്ര വരും? 12 വരും. 12y വരും. 12y പ്ലസ് 30y അല്ലേ? എത്ര വരും? 42y വരും. ഓക്കെ, സിമ്പിൾ. ഇപ്പോൾ 300 ഓവർഹെഡ് വരിക. അങ്ങനെ ഇതിന് വീണ്ടും ചെറുതാക്കുകയാണെങ്കിൽ 300 ഇങ്ങോട്ട് വരും. അപ്പോൾ 14,260. എക്സ് പ്ലസ് ഏതാണ്? 42y. കുഴപ്പമില്ലല്ലോ, ഇതിവിടെ തന്നെ ഉണ്ടാവും. ഇതാണ് ഒരു ഇക്വേഷൻ നമ്പർ 1. ഇതേപോലെ നമ്മൾ ശിവന് ഒരു ഇക്വേഷൻ എന്ത് ചെയ്യണം? സെറ്റ് ചെയ്യണം. ശിവന് ഇക്വേഷൻ സെറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ സെറ്റ് ചെയ്യാം? ശ്രദ്ധിക്കൂ. ശിവൻ്റെ ഫാക്ടറി കോസ്റ്റ് 15,600 എക്സ്. പിന്നെ ഇവിടെ ഹാൽസിയാണ്. ഹാൽസിയിൽ എങ്ങനെ ലേബർ കാണാം? ആക്ച്വൽ ടൈം ഇൻറ്റു ടൈം റേറ്റ് പ്ലസ് 50% ഓഫ് ടൈം സേവ്ഡ് ഇൻറ്റു ടൈം റേറ്റ്. അപ്പോൾ ആക്ച്വൽ ടൈം ഇവിടെ ശിവക്ക് 40 വൈ ടൈം റേറ്റ് അറിയില്ല, അതുകൊണ്ട് വൈ ആണ് നമ്മൾ ടൈം റേറ്റ് ആയിട്ട് എടുക്കുന്നത്. 50% ഓഫ്
10 ഇൻറ്റു വൈ അങ്ങനെ 400. ഓക്കെ, അതേപോലെ 15 200 എക്സ് അങ്ങനെ തന്നെ വരും. പിന്നെ 50% ഓഫ് ഏതാണ് 10 എടുത്തു കഴിഞ്ഞാൽ എത്ര വരും? 5 വരും. 5y പ്ലസ് ഏതാണ് 40y ഈക്വൽ ടു 45y പിന്നെ 400. ദെൻ 400 ഇങ്ങോട്ട് വന്നാൽ 14,800 ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 45y. ഇക്വേഷൻ ഏത് കിട്ടി? 2. ഇനി ഇക്വേഷൻ വലുത് ഇക്വേഷൻ ഏതാണ്? നമ്മൾ 14,800 ഇവിടെ 14. അപ്പോൾ ചെറുത് ഇക്വേഷൻ 2 ആണ്. ഇക്വേഷൻ 2 ഏതിൽ നിന്ന് കുറയ്ക്കണം? ചെറുത് ഇക്വേഷൻ 1 ആണ്. ഇക്വേഷൻ 1 2ൽ നിന്ന് കുറയ്ക്കണം. അപ്പോൾ ഡിഡക്റ്റ് ഇക്വേഷൻ 1 ഫ്രം 2. അപ്പോൾ അതേ 14,800 ഈസ് ഈക്വൽ ടു ഏതാ? ഈ സെയിം ഇക്വേഷൻ തന്നെ. വലുത് ഇവിടെ ആദ്യം എഴുതാം. എക്സ് പ്ലസ് 45y പിന്നെ 14,260 ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 42y. ദെൻ 45 മൈനസ് 42 എത്ര? 3y. എക്സ് കട്ട് ചെയ്ത് 14,800 മൈനസ് 14,260 എത്ര വന്നു? 540 വന്നു. ദെൻ y ഈസ് ഈക്വൽ ടു ഇൻറ്റു അല്ല ഇവിടെ. അപ്പോൾ എന്ത് ചെയ്യണം? 540 ഡിവൈഡ് ബൈ 3 180. അപ്പോൾ അതേ നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന 180 പറയുമ്പോൾ വൈയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു ഇക്വേഷൻ ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്താൽ എന്തിൻ്റെ വാല്യൂ കിട്ടും? എക്സ് കിട്ടും. സിമ്പിളല്ലേ? അപ്പോൾ ഇവിടെ 45y കണ്ട് കൊടുത്താൽ പോരെ? അപ്പോൾ ഇങ്ങനെ 14,800 ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 45 ഇൻറ്റു 180. അപ്പോൾ എത്ര വരും? 6,700 വരും. അത്രേ കാൽക്കുലേറ്റ് ചെയ്താൽ എക്സിൻ്റെ വാല്യൂ. ക്ലിയർ? ഓക്കെ. ഇങ്ങനെ 18,400 8,400 ഇവിടെ പ്ലസ് ആണ്. ഇങ്ങോട്ട് വന്നാൽ എത്ര ആവും? മൈനസ് ആവും. അങ്ങനെ അറിയാലോ, ബേസിക് മാത്സ്. അത്രേ ഉള്ളൂ. എക്സിൻ്റെ വാല്യൂ കിട്ടി. ഇനി നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യനിൽ അടുത്ത് പറഞ്ഞത് എന്താണ്? പ്രിപ്പയർ എ സ്റ്റേറ്റ്മെൻറ്റ് കമ്പയറിങ് ദ ഫാക്ടറി കോസ്റ്റ് ഓഫ് ദ പ്രൊഡക്റ്റ് ആസ് മെയ്ഡ് ബൈ ദ 2 വർക്ക്മെൻ. അപ്പോൾ ഒരു ഫാക്ടറി കോസ്റ്റിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കാനും ഒന്നുമില്ല. മെറ്റീരിയലിൻ്റെ വികാസ് ആയിക്കോട്ടെ, ഷിവ് ആയിക്കോട്ടെ, 6,700 നമ്മൾ ഓൾറെഡി നമ്പർ 1 ഓഫ് ദ പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ എന്ത് ചെയ്ത് കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പം ലേബർ അറിയില്ല. ഫാക്ടറി ഓവർഹെഡും നമുക്കറിയാം 300. ഇതൊക്കെ അറിയാം ഫാക്ടറി കോസ്റ്റ്. അപ്പോൾ ലേബർ എങ്ങനെ ചെയ്താൽ മതി? ബാലൻസ് ഫിഗറായിട്ട് ലേബർ കണ്ടാൽ മതി. ഓക്കെ അല്ലേ? ഇങ്ങനെ ഒന്ന് സെഗ്രിഗേറ്റ് ചെയ്ത് വെക്കാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ലേബർ അല്ലാത്ത ബാക്കിയൊക്കെ അറിയാം. ആദ്യം അതൊന്നും അറിഞ്ഞിരുന്നില്ല. ഏതറിഞ്ഞിരുന്നില്ല? ഒരേ കാര്യം അറിയുള്ളൂ. ഫാക്ടറി കോസ്റ്റ് അറിയാം, പിന്നെ ഇതും അറിയാം, ഓവർഹെഡ് അറിയാം. ഇത് രണ്ടും അറിഞ്ഞില്ല. പിന്നെ നമ്മൾ ഇക്വേഷൻ സെറ്റ് ചെയ്ത് മെറ്റീരിയൽ കണ്ടു. ബാലൻസ് ഫിഗറായിട്ട് ലേബർ എടുക്കാം. ഇനി അല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഉണ്ട്. എന്തെന്നാൽ ലേബർ കാണാനുള്ള ഇപ്പോൾ ഫുൾ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. ഇവിടെ ഹാലിസിയാണ്, അല്ല റോബനാണ്. അപ്പോൾ ആക്ച്വൽ ടൈം ഇൻറ്റു ടൈം റേറ്റ് പ്ലസ് ടൈം സേവ് ഡിവൈഡ് ബൈ ടൈം അലൗഡ് ഇൻറ്റു ആക്ച്വൽ ടൈം ഇൻറ്റു ടൈം റേറ്റ് അപ്ലൈ ചെയ്താലും നിങ്ങൾക്ക് എത്ര കിട്ടും? 7,560 കിട്ടും. എക്സാമിനേഷൻ അങ്ങനെ ചെയ്ത് ബുദ്ധിമുട്ടണമെന്നില്ല. ബാലൻസ് ചെയ്തിട്ട് ഇതുപോലെ സ്റ്റേറ്റ്മെൻറ്റ് വരച്ചാലും മതി. ദാറ്റ്സ് ഓൾ.